അപ്പോൾ ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ള ഓസ്മോ ആക്ഷൻ 5 പ്രോ DJIയുടെ ഒരു ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ക്വിക്ക്ലി ചെക്ക് ചെയ്യാം. അതൊരു അഡ്വഞ്ചർ കോംബോ ബണ്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സസറീസ് എന്ന് പറയുന്നത്, മെയിൻ ആക്സസറീസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ റോഡും അതുപോലെ തന്നെ 3 ബാറ്ററി, ഒരു ബാറ്ററി കേസ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വെക്കുവാണെങ്കിൽ നമുക്കൊരു ലൈക്ക് ഹൗസിങ് കാണാം. അതുപോലെ തന്നെ വണ്ടിയിൽ കാറിലൊക്കെ ഫിറ്റ് ചെയ്യുന്നൊരു കണക്ടർ കാണാം, അതിൻ്റെ സ്ക്രൂ കാണാം. പിന്നെ നമുക്ക് ട്രൈപോഡിൽ കണക്ട് ചെയ്യുന്ന സ്ക്രൂ കാണാം, അതിൻ്റെ ഒരു കണക്ടർ കാണാം. പിന്നെ ഒരു 1.5 മീറ്റർ ലെങ്ത്തുള്ളൊരു ട്രൈപോഡ് വരുന്നുണ്ട്, ബാറ്ററി കേസ് വരുന്നുണ്ട്, 3 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു USB-C കേബിൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. കമ്പയർഡ് ടു പ്രീവിയസ് നേരത്തെ ഉള്ള ഓസ്മോ 4 വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ 1/1.3 ഒരു സെൻസറാണ് വരുന്നത്. പഴയ മോഡലിലും 1.3 സെൻസറാണ് വരുന്നത്. ബട്ട് ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. 13.5 സ്റ്റോപ്സ് എന്ന് പറഞ്ഞൊരു ഹൈ ഡൈനാമിക് റേഞ്ച് വരുന്ന ഒരു ടൈപ്പ് മോഡലാണ് ഇത് വരുന്നത്. അപ്പോൾ അടുത്തത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ട്രാക്കിംഗ് സബ്ജക്റ്റ് ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും വരുന്നത് OLED സ്ക്രീനാണ്. ഡുവൽ OLED സ്ക്രീൻസ് വരുന്നുണ്ട്. അതുപോലെ 4 മണിക്കൂറാണ് ഇവർ ഒരു വൺ ടൈം ലൈക്ക് ഒരു ബാറ്ററിയിൽ ഒരു ഫുൾ ടൈം കിട്ടുന്നത് 4 hours ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി മോഡ് എന്നാണ്. ലൈക്ക് നമുക്ക് എപ്പോഴും നമുക്ക് 4 hour കിട്ടത്തില്ല. ബട്ട് 4K ഇടുവാണെങ്കിൽ ചിലപ്പം അതിൻ്റെ ലൈക്ക് ബാറ്ററി കപ്പാസിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വേരി ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മോഡ്സ് അനുസരിച്ച് ബാറ്ററി കപ്പാസിറ്റി വേരി ചെയ്യും. അപ്പോൾ ഓഡിയോ റെക്കോർഡിങ് വരുന്നുണ്ട്. ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻബിൽറ്റ് മൈക്ക് ഈസ് ഓൾസോ ഗുഡ്. ലൈക്ക് ഇൻബിൽറ്റ് മൈക്ക് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ DJIയുടെ മൈക്ക് എന്നൊരു സംഭവമുണ്ട്, DJI മൈക്ക് 1ഉം 2ഉം. അത് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ, ഈ ഒരു DJI ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ട്രാൻസ്മിറ്ററിന് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. നമുക്ക് അതിന് വേണ്ടി അതിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് ഈ 2 മൈക്ക് അറ്റ് എ ടൈം 2 മൈക്ക് നമുക്ക് ഈ DJI OSMO ആക്ഷൻ 5 പ്രോ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ വിത്ത് 360 ഹൊറൈസൺ സ്റ്റഡി എന്നൊരു സ്റ്റെബിലൈസേഷൻ മോഡും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ക്വിക്കായിട്ട് എൻ്റെ ചാർജിങ് കേസ് നിങ്ങളെ കാണിക്കാം. ഇതാണ് എൻ്റെ ചാർജിങ് കേസ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഒരു ബാറ്ററി എൻ്റെ ഇതിലിട്ടേക്കുവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് രണ്ടും ഞാൻ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറിയിടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിത് ഒരു ബാറ്ററി നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, റീചാർജ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മറ്റേ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് മാറി ഉപയോഗിക്കുന്നുണ്ട്. ഈ കേസ് ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എപ്പോഴും നമ്മൾ വേറെ ലൈക്ക് അഡാപ്റ്ററുകളൊന്നും യൂസ് ചെയ്യേണ്ട ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ കണ്ടില്ലേ, ഈ സൈഡിലൊരു USB-C കേബിൾ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ എളുപ്പമാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ചാർജിങ് കേസ്. അപ്പോൾ ഇതാണ് എനിക്ക് ക്യാമറയിൽ കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവമാണ് DJIയുടെ ഈ ഒരു പ്രോഡക്റ്റ്. യെസ്, നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടുന്നത് നമ്മുടെ ആക്സസറീസൊക്കെ നോക്കാം. ഞാൻ പലതും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കേബിളാണ്. അപ്പോൾ ഞാനൊരു സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്നൊരു പറഞ്ഞൊരു 1256ൻ്റെ ഒരു മോഡൽ നമ്മുടെ SD കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഉപയോഗിക്കാൻ. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റോറേജ് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് എന്നാലും അതിൻ്റെ കൂടെ വരുന്ന ഇതൊരു റബ്ബർ കുഷ്യനാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ റോഡും വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇതാണ് ആക്ഷൻ 5 പ്രോ. അതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമുക്ക് അതിൻ്റെ കിട്ടുന്ന അടിയിലൊരു ട്രൈപോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ട്രൈപോഡ്. ലൈക്ക് ട്രൈപോഡ് അല്ല, സ്റ്റിക്ക് നമുക്കതിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞ സ്ക്രൂ കണക്ട് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതാണ് ക്യാമറ. നമുക്കിത് മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് വഴിയാണ് നമ്മളിതിൽ കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വരും. ഇത് കണ്ടില്ലേ, ചാടി പിടിക്കുന്നുണ്ടല്ലേ, അതൊരു മാഗ്നറ്റിക് കണക്ടറാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ആയിക്കോളും. ജസ്റ്റ് നിങ്ങളെ നല്ലത് കാണിക്കാം, നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഹൗസിങ്ങിനകത്താണ് ഈ ക്യാമറ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ക്യാമറയുടെ ഇതാണ് നമ്മുടെ ലെൻസ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ് വരുന്ന കേസിൻ്റെ കൂടെ വരുന്ന സംഭവം. ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ഹൗസിംഗ് ആണ്. നമുക്കിത് ഇളക്കി കഴിഞ്ഞാൽ ഈ ക്യാമറയെ നമുക്കിനകത്ത് പുറത്തെടുക്കാൻ പറ്റും. എടുക്കാം. ഭയങ്കര ടൈനി ആയിട്ടൊരു ക്യാമറയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത് ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും ചെറിയൊരു ക്യാമറയാണിത്. തീരെ ചെറിയ ക്യാമറ. ഒരു ഉണ്ടല്ലോ, നമ്മളൊരു കൈ പിടിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ ക്യാമറ. ഒരു വിരലിൻ്റെ അത്രയും പോലും ഇല്ല ക്യാമറ.
അത്രയ്ക്ക് ചെറുതാണ് ഗൈസ്. അപ്പം ഇതൊരു 1/1.3 ഇഞ്ച് വരുന്നൊരു ഒരു സെൻസറാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലും നമുക്ക് OLED സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് OLED സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ സൈഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് USB-C വഴി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, നമുക്ക് എക്സ്റ്റേണൽ മൈക്കുകൾ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ. അത് നമുക്ക് കാണിക്കാം. ഈ ടൈപ്പ് എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് ലോക്കൽ ചെറിയ വില കുറച്ച് മേടിക്കാൻ കിട്ടുന്ന എക്സ്റ്റേണൽ മൈക്കുകളുണ്ടല്ലോ, ഇതുപോലുള്ളത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ സംഭവം ഇത് ഇളക്കാമെന്നാണ് പറയുന്നത്, ഈ ഒരു സംഭവം ഇളക്കി മാറ്റാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇളക്കാൻ പറ്റിയില്ല. ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡയറക്റ്റ്ലി ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് DJIയുടെ മൈക്കൊന്നും ഉപയോഗിക്കേണ്ട, ഇതുപോലെ നമ്മൾ ലോ കോസ്റ്റ് ആൾട്ടർനേറ്റീവ് മൈക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതൊരു ഓപ്ഷനാണ്. ഇത് ഇളക്കി മാറ്റണം, പക്ഷേ അതെനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണെന്നുള്ളത്. വലിച്ചിളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അറിയാവുന്നവർക്ക് ഇത് ഇളക്കി മാറ്റിയിട്ട് ഇതുപോലുള്ള മൈക്ക് കൊടുക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യുന്നതും ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്നത് ടെമ്പറേച്ചർ സെൻസറാണ്. ഈ നിങ്ങൾ ആക്ഷൻ 5 എന്ന് എഴുതിയൊക്കെ നിർത്ത് കണ്ടില്ലേ, ഒരു ടെമ്പറേച്ചർ സെൻസറാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ആക്ഷൻ്റെ ഇടയ്ക്ക് കളർ ടെമ്പറേച്ചർ ഡിറ്റക്ഷനൊക്കെ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇപ്പുറ സൈഡ് വരുവാണെങ്കിൽ നമുക്ക് ഉണ്ടല്ലേ, ഇവിടെ SD കാർഡിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. SD കാർഡിൻ്റെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഇടാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ബൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, OLED സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് റെക്കോർഡിങ്ങിലോട്ട് പോയി. നമുക്ക് പവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇതായിരിക്കും ബെസ്റ്റ് മെത്തേഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ക്വിക്ക് റെക്കോർഡിങ്ങിന് വേണ്ടിയാണ് ഈ ബട്ടൺ കൊടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, പവർ ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെയാണ് പ്രസ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ ഓണായി. ഇപ്പോൾ ഡയറക്റ്റ് റെക്കോർഡിങ്ങിലോട്ട് പോകുന്നില്ല, ഓണായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമുക്ക് നോക്കാം എന്തൊക്കെ റെസൊല്യൂഷനാണ് ഇന്നത് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1080p നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അപ് ടു 240 FPS വരെ നമുക്ക് 1080p റെക്കോർഡ് ചെയ്യാം. ഫ്രം 24 to 240. ഈ 240 നമുക്ക് 960 FPS 960 FPS ആയിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ ഈ 240 റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ആപ്പിൽ പോവുകയാണെങ്കിൽ നമുക്കിതിനെ 960 FPS ആയിട്ട് വരെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൾട്രാ സ്ലോ മോഷൻ നമ്മുടെ സാംസങ് ഗാലക്സി S23 S24 പോലുള്ള മൊബൈലുകളിൽ നമുക്ക് 960 FPSൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെയിം മെത്തേഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 240 റെക്കോർഡ് ചെയ്യുക, ശേഷം നമ്മുടെ DJIയുടെ മിമോ ആപ്പ് ഉണ്ട്, ആപ്പിൽ പോയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും, 960 ആക്കാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറയുന്നത് 2.7K എന്ന റെസൊല്യൂഷനാണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് 16:9 120 FPS റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 2.7K റെസൊല്യൂഷനിൽ 4:3 വരെ അപ് ടു 120 FPS. എല്ലാം 24 FPS ടു സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം 25, അതുപോലെ 30, 48, 120 വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്തത് നിങ്ങൾ വരുമ്പോൾ 4Kയിൽ നമുക്ക് 16:9 120 FPS 24 തൊട്ട് 120 FPS വരെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 4Kയിൽ 4:3 നമുക്ക് 120 FPS വരെ റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മോളിൽ ഒരു സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റോക്ക് സ്റ്റഡി, ഇവിടെ സ്റ്റെബിലൈസേഷൻ വേണ്ടിയാണ്. ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ ഒരു നെയിമിംഗ് കൺവെൻഷൻ ഇതാണ് റോക്ക് സ്റ്റഡി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വിടുവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അത്ര ഒത്തിരി വൈഡ് ഇല്ലാത്തൊരു മോഡാണ് സ്റ്റാൻഡേർഡ് DRAP എന്ന് പറയുന്നത്, അത് ഉപയോഗിക്കാം. പിന്നെ വൈഡ് ഉണ്ട്, അൾട്രാ വൈഡ് ഉണ്ട്. നമുക്ക് ബേസിക് സ്റ്റെബിലൈസേഷൻ ആണ്, അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് ആവുന്നുണ്ടല്ലേ, റോക്ക് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്രോപ്പ് ആവുന്നതാണ് നമ്മുടെ ക്യാമറ. അതുപോലെ തന്നെ സെൻസർ ക്രോപ്പ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം, വൈഡ് ഉപയോഗിക്കാം, അൾട്രാ വൈഡ് ഇല്ല. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൾട്രാ വൈഡ് വരെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സെറ്റിങ്സ്. പിന്നെ നമ്മൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് റോക്ക് സ്റ്റഡി എടുത്തിട്ട് വൈഡ് ഇടും, എന്നിട്ട് ബാക്ക് പോകും. പിന്നെ ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ സെറ്റിങ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ എടുക്കുമ്പോൾ പ്രോ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, പ്രോ സെറ്റിങ്സ്. ഈ പ്രോ സെറ്റിങ്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോഷർ മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും, വൈറ്റ് ബാലൻസ് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഓട്ടോ ഇട്ടേക്കുന്നത്. അതുപോലെ ഇവിടാണ് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം വരുന്നുണ്ടല്ലേ, നമുക്ക് നോർമൽ 8 ബിറ്റിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നോർമൽ 10 ബിറ്റിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ HLG ഹൈ ഡൈനാമിക് റേഞ്ച്
HLGയുടെ ഒരു ഓപ്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 10 ബിറ്റ് ആണ്. അതുപോലെ DLog Mലും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. DLog M എന്ന് പറയുന്നത് ഇവരുടെ ഒരു കളർ ഇതാണ് DJIയുടെ. അത് നമുക്ക് ഇവരുടെ ആപ്പിലോ അല്ലെങ്കിൽ നമുക്ക് അഡോബ് പ്രീമിയർ പോലുള്ളതിൽ കൊണ്ടുപോയിട്ട് കളർ ഗ്രേഡിങ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മൾ റോ ഫൂട്ടേജ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കളർ ഒന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫൂട്ടേജിന്. ലേറ്റർ നമ്മളിത് കൊണ്ടുപോയിട്ടൊരു അഡോബ് പ്രീമിയറിലോ അല്ലെങ്കിൽ DJIയുടെ ആപ്പിലോ കൊണ്ടുചെന്ന് വെച്ചാൽ നമുക്ക് കളർ ഗ്രേഡിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റേ ലട്സ് ഉപയോഗിച്ച് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പറ്റും. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. ഞാൻ എപ്പോഴും നോർമൽ 8-10 ബിറ്റിലിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഓഡിയോയുടെ ഒരു ഓപ്ഷൻ കാണാം. ചാനൽ സ്റ്റീരിയോയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ നോയ്സ് റിഡക്ഷൻ എങ്ങനെ സ്റ്റാൻഡേർഡ് ഹൈ വേണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിതിനകത്ത് കാണുന്നത്. ഡെയിലി സ്റ്റെബിലൈസേഷൻ, അപ്പോൾ അതും പിന്നെ ഇമേജ് അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷനും ഉണ്ട്. അതും നമുക്കിവിടെ സെറ്റ് ചെയ്യാം, കസ്റ്റം ആക്കാൻ പറ്റും. എന്നിട്ട് ടെക്സ്ചറും നോയ്സ് റിഡക്ഷനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ഞാനെല്ലാം ഡീഫോൾട്ട് ഇട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അഡ്വാൻസ്ഡ് പ്രോ അല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാൻ അത്രയ്ക്കും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടില്ല ഇവിടെ റീപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഓഡിയോ കേൾക്കാൻ പറ്റത്തില്ല. ആൻഡ് പിന്നെ എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പം ഈ സെറ്റിങ്സ് ലെഫ്റ്റ് സൈഡിലൊരു ക്യാമറ ബട്ടൺ കാണാം. ലെഫ്റ്റ് സൈഡിൽ ക്യാമറ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം. മോഡ് ക്യാമറ മോഡുണ്ട്, വീഡിയോ മോഡുണ്ട്, സൂപ്പർ നൈറ്റ് എന്നൊരു മോഡുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ട്രാക്കിംഗ് എന്നൊരു മോഡുണ്ട്, സ്ലോ മോഷൻ എന്നൊരു മോഡുണ്ട്, അതുപോലെ തന്നെ ടൈം ലാപ്സ് എന്നൊരു മോഡുണ്ട്. ഇത്രയും മോഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലോമോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 1080p ലൈക്ക് 240 FPS വരെ സ്ലോ മോഷൻ എടുക്കാം. അത് നമുക്ക് പിന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് 960 വരെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ സെറ്റിങ്സ് നമുക്ക് മുകളിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പ്രീസെറ്റ്സ് ആഡ് ചെയ്യാം. നമ്മളൊരു സെറ്റിങ്സിൽ സെറ്റ് ചെയ്തിട്ട് പ്രീസെറ്റായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. സ്ലോമോയോ നമുക്ക് വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്ക് ഷട്ടർ മെനു ആണ്. പിന്നെ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സ്നാപ്ഷോട്ട് ലൈക്ക് അങ്ങനെ കുറേ സെറ്റിങ്സ്, വയർലെസ് മൈക്ക്, വോയിസ് കൺട്രോൾ, ഡെപ്ത് ആൻഡ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ, അങ്ങനെ കുറേ വോയിസ് ഓൺ ഡിസ്പ്ലേ, സ്ക്രീൻ ഓഫ് മെൻ റെക്കോർഡിംഗ്, ലൈക്ക് ഗ്രിഡ്, നെയിമിംഗ് മാനേജ്മെൻറ്റ്, ഓട്ടോ പവർ ഓഫ് ഹൊറൈസൺ കാലിബ്രേഷൻ, ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ, ലാംഗ്വേജ്, ഫാക്ടറി റീസെറ്റ്, ഡിവൈസ് ഇൻഫോ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാനൊരു സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ലോക്ക് ചെയ്യാനുള്ള സെറ്റിങ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഫുൾ സ്ക്രീൻ ലൈക്ക് ഫുൾ ഫ്രണ്ട് സ്ക്രീൻ ഓഫ് ഓൺ എന്നുള്ള ഓപ്ഷനുണ്ട്, ഓൺ ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻ. പിന്നെ ഇവിടെ നമുക്ക് കാണാം, ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ സ്റ്റോറേജ്, നമുക്കത് SD കാർഡ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് 47 GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ SD കാർഡിന് ഞാൻ ഇട്ടിട്ടുണ്ട്. SD കാർഡ് നമുക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് SD കാർഡ് വേണമെങ്കിൽ SD കാർഡ് സ്വിച്ച് ചെയ്യാം. അതുപോലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്വിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്വിച്ച് ചെയ്യാം. പിന്നെ ഇത് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെ സെറ്റിങ്സ് ഒന്നും ഇല്ല. ഞാൻ എപ്പോഴും നോർമൽ, ഞാനിപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ വ്ളോഗ് മോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വ്ളോഗ് മോഡ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് 4K 60 FPS ഇത് എപ്പോഴും റോക്ക് സ്റ്റഡി അൾട്രാ നോർമൽ വൈറ്റ് മോഡ്, ഇതിലാണ് ഞാൻ വ്ളോഗ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഗൈസ്, നമ്മളിനി നോക്കാൻ പോകുന്നത് ഫ്രണ്ട് സ്ക്രീനാണ്. നമ്മൾ എന്താണോ ബാക്കിൽ നമ്മൾ ചെയ്തത് ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിലും ചെയ്യാൻ പറ്റും. സെയിം സ്ക്രീൻ തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. നമുക്ക് പ്രോ സെറ്റിങ്സ് എടുക്കണമെങ്കിലോ അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് കാണണമെങ്കിലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ഓപ്ഷൻസ് സെലക്ട് ചെയ്യണം. എല്ലാം നമുക്ക് സെയിം ആണ്, ഒരു മാറ്റമില്ല. നമുക്ക് ബാറ്ററി അതുപോലെ തന്നെ നമ്മുടെ റെസൊല്യൂഷൻ കാണാൻ പറ്റും, റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, റോക്ക് സ്റ്റഡി അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ. അതെല്ലാം നമുക്കിവിടെ സെയിം സെറ്റിങ്സ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാമറയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ലാസ്റ്റ് ജനറേഷനിലും എല്ലാത്തിലും ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ലാസ്റ്റ് ജനറേഷനിൽ 9 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്ന മോഡലിന് നമുക്ക് ക്വിക്ക് സെറ്റിങ്സ് എടുത്ത് നോക്കാം. അപ്പോൾ ക്യാമറ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്വിക്ക് സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് 40 MBPS വരെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് റെസൊല്യൂഷൻ 40-50 മെഗാ പിക്സൽ വരെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. അതാണ് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ നമുക്ക് ഇതിൽ കിട്ടും. എന്നാലും ഇതൊരു ഫോട്ടോ എടുക്കേണ്ട ഒരു ഡിവൈസ് അല്ല, ഇതൊരു വ്ളോഗിങ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ക്യാമറയാണ്.
അപ്പോൾ ഇതിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും കൂടി അവൈലബിൾ ആണ് വിത്ത് 40 മെഗാ പിക്സൽ സെൻസർ. അപ്പം ഇതൊരു അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതൊന്ന് ഒരു ഫൂട്ടേജ് എടുത്ത് നോക്കാം. നമുക്ക് കുറച്ച് ഫൂട്ടേജ് എടുത്ത് നോക്കാം. സ്ലോ മോഷൻ്റെ ഞാൻ പറഞ്ഞില്ല 960 FPS ഫൂട്ടേജ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നോർമൽ 4K എടുത്ത് നോക്കാം. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഞാൻ പുതിയൊരു ബാറ്ററി ഇട്ടു. നേരത്തെ ബാറ്ററിക്ക് ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ശേഷം ഞാൻ ഈ ഒരു കണക്ടർ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ കണ്ടോ ക്ലിപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ജസ്റ്റ് മാഗ്നറ്റിക് ആണ്, ഒന്നുമില്ല. ഇതിപ്പം ഫുൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കിപ്പം ഇതിപ്പം ക്യാമറ മോഡിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കത് മാറ്റിയിട്ട് വീഡിയോ മോഡാക്കാം. വീഡിയോ മോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4K 20 FPS ഷൂട്ട് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ അൾട്രാ വൈഡ് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കാം, രണ്ടും നോക്കാം. ആക്ഷൻ ക്യാമിൻ്റെ മൈക്കിൽ കൂടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നോർമൽ സ്റ്റാൻഡേർഡ് DRAP മോഡ് എന്നൊരു ഓപ്ഷനിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. റോക്ക് സ്റ്റഡി വിത്ത് സ്റ്റാൻഡേർഡ് DRAP. ഇത് നമ്മൾ നോർമൽ കളർ 10 ബിറ്റ് മോഡലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിട്ട് D-Logൽ റെക്കോർഡ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ D-Log 10 ബിറ്റ് മോഡലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിത് കളർ ഗ്രേഡ് ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കളറൊന്നും പോപ്പപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് നോർമൽ റോ ഫൂട്ടേജ് ആയിട്ട് കാണുന്നത്. ഞാൻ നിങ്ങളെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ DJIയുടെ മൈക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഓഡിയോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.